യാദവ രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും നല്ല പരീക്ഷണശാലയാണ് ബീഹാർ എന്ന് പറയാം. കാലങ്ങളായി അവിടെ പിന്നാക്ക സമുദായം OBC വിഭാഗങ്ങൾ അല്ലെങ്കിൽ OBC വിഭാഗത്തിലെ ജാതിക്കാർ തമ്മിലുള്ള രാഷ്ട്രീയ പയറ്റ് കാലങ്ങളായി ബീഹാറിൽ തുടരുകയാണ്. ഇപ്പോഴിതാ ഏറ്റവും പുതുതായിട്ട് അവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുഗമമായും സുതാര്യമായും സത്യസന്ധമായും തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് വേണ്ടി സ്വീകരിച്ച നടപടികൾ ആ രാഷ്ട്രീയത്തെ പിടിച്ചു കുലുക്കിയിരിക്കുകയാണ്. അത് ഈ ജാതി രാഷ്ട്രീയത്തിൽ നിന്ന് പുതിയൊരു തലം കണ്ടെത്തിയിരിക്കുകയാണ് ബീഹാറിലെ രാഷ്ട്രീയം. മറ്റൊന്നുമല്ല, അവിടെ വലിയ തോതിൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ചും മ്യാൻമാറിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നുമൊക്കെ കുടിയേറിയവർ ബീഹാറിൽ ഉണ്ട് എന്നാണ് ഇപ്പോൾ ഏതാണ്ട് ചിത്രം തെളിഞ്ഞു വരുന്നത്. കാരണം ഏറ്റവും ഒടുവിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 3 ലക്ഷം പേർക്കാണ് അവരുടെ പൗരത്വ രേഖകൾ സമർപ്പിക്കണം എന്ന് നിർദ്ദേശിച്ചുകൊണ്ട് നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഇവരുടെ പൗരത്വ രേഖകളിൽ, ഇവരുടെ തിരിച്ചറിയൽ രേഖകളിൽ സംശയമുണ്ട് എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പ്രതിനിധികൾ നേരിട്ട് പരിശോധിച്ച് ബോധ്യപ്പെട്ടതിന് ശേഷമാണ് ഇവർക്ക് നോട്ടീസ് കൊടുത്തിരിക്കുന്നത്. വലിയൊരു വിവാദത്തിന് തിരികൊളുത്തിയിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബീഹാറിൽ. എന്തായാലും ഇതിനെ എതിർത്തുകൊണ്ട് RJDയുടെ ലാലു പ്രസാദ് യാദവും മകൻ തേജസ്വി യാദവും അതുപോലെ തന്നെ ഒവൈസിയുടെ പാർട്ടിയും ഒക്കെ രംഗത്ത് വന്നിട്ടുണ്ട്. വലിയ ഒരു പോരിലേക്കാണ്, അല്ലെങ്കിൽ ഒരു വലിയ വാക്കുതർക്കത്തിലേക്കും സംഘർഷത്തിലേക്കുമാണ് ബീഹാർ പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഏതാണ്ട് 2-3 മാസം കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് നടക്കേണ്ട ഒരു സാഹചര്യമാണ് ബീഹാറിലുള്ളത്. പക്ഷേ ഇന്നത്തെ നിലയ്ക്ക് ഈ 3 മാസം കഴിഞ്ഞ് അവിടെ തെരഞ്ഞെടുപ്പ് നടക്കും എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ബീഹാർ എങ്ങനെയൊക്കെ കത്തുമെന്ന് നമുക്കിപ്പോൾ പ്രവചിക്കാൻ സാധിക്കില്ല എന്നുള്ളത് തന്നെ കാരണം. എന്തായാലും ഈ പറഞ്ഞ രേഖകളിൽ പൊരുത്തക്കേട് കണ്ടതിനെ തുടർന്ന് 3 ലക്ഷം പേർക്ക് നോട്ടീസ് നൽകിയതാണ് ഇപ്പോൾ വലിയ വിവാദമായിരിക്കുന്നത്. നമുക്കറിയാം, രാഹുൽ ഗാന്ധി അവിടെ യാത്ര നടത്തുന്നു, വോട്ടർ അധികാർ യാത്ര. വോട്ട് സംരക്ഷിക്കും, ഒരു പൗരൻ്റെ വോട്ട് സംരക്ഷിക്കും എന്ന് പറഞ്ഞാണ് യാത്ര നടത്തുന്നത്. ഈ യാത്രയിൽ വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ പരിപൂർണമായിട്ടും നീക്കം ചെയ്ത് ശുദ്ധവും സുതാര്യവുമായ സത്യസന്ധവുമായ ഒരു വോട്ടർ പട്ടിക ഉണ്ടാക്കണം എന്ന് രാഹുൽ ഗാന്ധി ആവശ്യപ്പെടുന്നു. നല്ല കാര്യം, എല്ലാവർക്കും അതിന് ആഗ്രഹമുണ്ട്. പക്ഷേ അതിനുള്ള നടപടികളുമായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് പോകുമ്പോൾ അതിനെ എതിർക്കുന്നത് എന്തിനാണ്, അതിനെ എതിർത്തുകൊണ്ട് എന്തിനാണ് ഇവർ സുപ്രീം കോടതിയിലേക്ക് പോകുന്നത് എന്ന് മാത്രം മനസ്സിലാകുന്നില്ല. വളരെ വിചിത്രമായിരിക്കുന്നു പരസ്പര വിരുദ്ധമായ നിലപാടുകളും തീരുമാനങ്ങളും എടുക്കുക. എന്തായാലും ഈ പറഞ്ഞതുപോലെ ഈ വിദേശ രാജ്യങ്ങളിൽ നിന്ന് നുഴഞ്ഞു കയറിയവരാണ് എന്ന് സംശയിക്കുന്ന 3 ലക്ഷം പേരുടെ രേഖകളാണ് ഇപ്പോൾ പരിശോധനയ്ക്ക് വിധേയമാക്കിയിരിക്കുന്നത്. അതിൽ ബംഗ്ലാദേശ്, മ്യാൻമാർ, നേപ്പാൾ, അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് വരെ ഇവിടേക്ക് എത്തിയവരാണ് എന്ന് സംശയിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കണം. നമുക്ക് ഈ മ്യാൻമാർ റോഹിംഗ്യകളെ നമുക്ക് മനസ്സിലാക്കാം, ബംഗ്ലാദേശിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റം മനസ്സിലാക്കാം, നേപ്പാളുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഒരു പ്രദേശമായതുകൊണ്ട് അവിടെ നിന്നും നുഴഞ്ഞു കയറുന്നത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഈ അഫ്ഗാൻ പൗരന്മാരെങ്ങനെയാണ് ബീഹാറിൽ എത്തിയത് എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടുന്നില്ല. അത് ഉത്തരം കിട്ടേണ്ടതാണ്. നമ്മുടെ ദേശീയ സുരക്ഷാ ഏജൻസികൾ അതിലേക്ക് വെളിച്ചം വീശും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഇപ്പോൾ ബീഹാറിലെ ചില ജില്ലകളിലാണ് ഇത് കൂടുതലായിട്ട് വന്നിരിക്കുന്നത്. കിഴക്കൻ ചമ്പാരൻ, അതുപോലെ പടിഞ്ഞാറൻ ചമ്പാരൻ, മധുബനി, കിഷൻഗഞ്ച്, പൂർണിയ, കത്തിഹാർ, അരറിയ, സുപൗൾ ഈ ജില്ലകളിലുള്ളവർക്കാണ്, ഈ പറഞ്ഞ ആ ജില്ലകളിൽ നിന്നുമാണ് 3 ലക്ഷം വോട്ടുകളിൽ പൊരുത്തക്കേട് കണ്ടെത്തിയിരിക്കുന്ന 3 ലക്ഷം വോട്ടർമാരുടെ തിരിച്ചറിയൽ രേഖയിൽ പൊരുത്തക്കേടുകൾ കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും ഇതിനെ ഈ ജില്ലകളെ ചൂണ്ടിക്കാട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടികളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അതിനെ എതിർത്തുകൊണ്ട് രംഗത്ത് വരുന്ന RJDയും ഒവൈസിയുടെ പാർട്ടിയും പറയുന്നത് ഇത് സ്ഥിരമായിട്ട് വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന പ്രദേശമാണ്, പ്രളയം ഉണ്ടാകുന്ന ജില്ലകളാണ്. അപ്പോൾ ഇവിടെ പലരുടെയും രേഖകൾ ഈ പ്രളയത്തിൽ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് കൃത്യമായ രേഖകൾ ഹാജരാക്കാൻ പറ്റാതിരിക്കുന്നത്
എന്നാണ് ഈ RJDയുടെയും ഒവൈസിയുടെ പാർട്ടിയുടെയും കോൺഗ്രസിൻ്റെയും ഒക്കെ വാദം. പക്ഷേ അത് മുഖവിലക്കെടുക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറല്ല. കാരണം ഈ പ്രളയം ഉണ്ടാകുന്ന സമയത്ത് ഇവരെ എല്ലാം പുനരധിവസിപ്പിക്കുന്നത് ജില്ലാ ഭരണകൂടമാണ്. ജില്ലാ ഭരണകൂടത്തിൻ്റെ കയ്യിൽ ഇതിൻ്റെയൊക്കെ രേഖകൾ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ അവിടെ പരസ്പരം അത് ക്രോസ് ചെക്ക് ചെയ്ത് പരസ്പരം പരിശോധിച്ച് തീർപ്പ് കൽപ്പിക്കുന്നതിന് തിരഞ്ഞെടുപ്പ് കമ്മീഷന് സാധിക്കും. പ്രത്യേകിച്ചും ജില്ലാ ഭരണകൂടം, അതായത് റവന്യൂ വകുപ്പിൻ്റെ കയ്യിലാണ് ഈ രേഖകൾ ഇരിക്കുന്നത്. റവന്യൂ വകുപ്പിലെ ഉദ്യോഗസ്ഥർ തന്നെയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന് വേണ്ടിയും ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് ഈ പറയുന്ന ന്യായം ഞങ്ങൾക്ക് സ്വീകരിക്കാൻ കഴിയില്ല എന്നാണ്. എന്തായാലും ഈ പറഞ്ഞതുപോലെ ഈ പ്രദേശങ്ങളിലേക്ക് അനധികൃതമായി റോഹിംഗ്യകളും ബംഗ്ലാദേശികളും അതുപോലെ നേപ്പാളിൽ നിന്നും ഒക്കെ കുടിയേറ്റം സംഭവിക്കുന്നുണ്ട്. നേപ്പാൾ വഴി വലിയ തോതിൽ ഇപ്പോൾ നമുക്കറിയാം തീവ്രവാദികൾ വരെ നമ്മുടെ രാജ്യത്തേക്ക് നുഴഞ്ഞു കയറുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ബീഹാറിലേക്ക് 3 തീവ്രവാദികൾ നുഴഞ്ഞു കയറിയത് നേപ്പാൾ വഴിയാണ് എന്നുള്ള വിവരം ഇൻ്റലിജൻസ് പുറത്തുവിട്ടിരുന്നു. ഇപ്പോൾ ഏറ്റവും ഞെട്ടിക്കുന്നൊരു വിവരം നമ്മളെല്ലാവരെയും, അതായത് ഈ പറയുന്നത് പോലെ ഇതിനെ എതിർക്കുകയും അനുകൂലിക്കുകയും ഈ ചെയ്യുന്ന 2 വിഭാഗത്തെയും ഒരുപോലെ ആശങ്കയിലാക്കുന്ന ഒരു വാർത്ത അല്ലെങ്കിൽ ഒരു വിവരം ഈ അഫ്ഗാൻ പൗരന്മാരും ഇവിടേക്ക് നുഴഞ്ഞു കയറിയിരിക്കുന്നു എന്നുള്ളതാണ്. ഈ അഫ്ഗാൻ പൗരന്മാർ എങ്ങനെ ബീഹാറിലെത്തി എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വിവരങ്ങൾ ദേശീയ അന്വേഷണ ഏജൻസിക്ക് കൈമാറിയിട്ടുണ്ട്. അവരിത് സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം നടത്തി വിവരങ്ങൾ ശേഖരിച്ച് കൃത്യമായ വിവരം പുറത്തുവിടും എന്ന് നമുക്ക് കരുതാം. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, വരാൻ പോകുന്ന ദിവസങ്ങൾ ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം വലിയ വിവാദങ്ങൾക്ക് സാക്ഷിയാകും എന്ന് തീർച്ചയാണ്. കാരണം ഈ ഒരു വശത്ത് ഈ പറഞ്ഞതുപോലെ വോട്ടർ പട്ടിക ശുദ്ധീകരിക്കണമെന്നും വോട്ടർ പട്ടികയിൽ നിന്ന് യഥാർത്ഥ വോട്ടറുടെ വോട്ട് നഷ്ടമാകരുത് എന്നും ഒക്കെ രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ വാദിക്കുന്നു. അതിനനുസരിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിനുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോയി ഈ വോട്ടർ പട്ടിക ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുമ്പോൾ അയ്യോ ദാ ഞങ്ങളുടെ വോട്ട് ഇല്ലാതാക്കിയേ, ഞങ്ങളുടെ വോട്ട് നഷ്ടപ്പെടുത്തിയേ, ഇന്ത്യൻ പൗരന്മാരുടെ സമ്മതിദാന അവകാശത്തെ നശിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് രാഹുൽ ഗാന്ധി കൂട്ടരും രംഗത്ത് വരുന്ന ഈ ഇരട്ടത്താപ്പാണ് ഇപ്പോൾ മനസ്സിലാകാത്തത്. ഏതാണ്ട് 65 ലക്ഷത്തിലധികം ആൾക്കാരെ അവിടെ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കി. അതായത് ഈ പറഞ്ഞതുപോലെ പ്രത്യേക തീവ്ര പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്, തീവ്ര പുനഃപരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ് വോട്ടർ പട്ടികയിലെ വോട്ടർമാരുടെ കാര്യത്തിൽ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ ഏതാണ്ട് മരിച്ചുപോയ ആൾക്കാർ, അതുപോലെ തന്നെ വോട്ട് ഇരട്ടിച്ചിരിക്കുന്നത്, ഒരാളിന് തന്നെ 2 വോട്ട്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒക്കെ നീക്കം ചെയ്തപ്പോഴാണ് 65 ലക്ഷം പേർക്ക് അവിടെ വോട്ടവകാശം നഷ്ടപ്പെട്ടു എന്ന് പ്രതിപക്ഷം പറയുന്നത്. പക്ഷേ ഈ നഷ്ടപ്പെട്ടതിൽ നിന്ന് ഇത് പരാതിയുമായിട്ട് സുപ്രീം കോടതിയിലൊക്കെ പോയി. പക്ഷെ ആകെ 2 പേരാണ് അവിടെ കൃത്യമായി പരാതി കൊടുത്തിരിക്കുന്നത്. സുപ്രീം കോടതി തന്നെ വളരെ ആശ്ചര്യപ്പെട്ട് ഇക്കാര്യം ചോദിച്ചു. ഈ ഇത്രയും പേരുടെ വോട്ട് അവകാശം നഷ്ടപ്പെട്ടിട്ടും കേവലം 2 പരാതികൾ മാത്രമാണല്ലോ വന്നിരിക്കുന്നത് എന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ ഹർജിയുമായി പോയവർക്ക് സാധിച്ചില്ല എന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം. എന്തായാലും ഒരു കാര്യം വളരെ കൃത്യമാണ്, ഇവിടെ ഈ പറഞ്ഞതുപോലെ വോട്ടർ പട്ടികയിൽ വലിയ ക്രമക്കേടുകളുണ്ട്. ഈ പറഞ്ഞ രീതിയിലുള്ള മരിച്ചുപോയവരുടെ വോട്ട്, ഇരട്ടിച്ച വോട്ട്, അതുപോലെ ഇന്ത്യൻ പൗരന്മാരല്ലാത്തവരുടെ വോട്ട്, ഇതെല്ലാം കടന്നുകൂടിയിട്ടുണ്ട് എന്നുള്ളത് ഒരിക്കൽ കൂടി അടിവരയിടുന്നു ഇപ്പോൾ ബീഹാറിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിച്ച നടപടികൾ നമുക്ക് വ്യക്തമാക്കുന്നത് അതാണ്. എന്തായാലും ബീഹാർ ഒരു വലിയ തീപ്പൊരി അവിടെ വീണിരിക്കുകയാണ്. അത് ഇനി എങ്ങനെയൊക്കെ കത്തിക്കാളും എന്ന് നമുക്കറിയില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ യാദവ രാഷ്ട്രീയത്തിൽ നിന്ന് അതിനൊരു മോചനം, ജാതി രാഷ്ട്രീയത്തിൽ നിന്ന് അതിനൊരു മോചനം ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. കുറെ കൂടി വികസനം ലക്ഷ്യം വെച്ചുള്ള വികസന കാഴ്ചപ്പാടുള്ള ഒരു രാഷ്ട്രീയത്തിലേക്ക്, ഒരു പുരോഗതിയിലേക്ക് ബീഹാർ പോകുന്നതിൻ്റെ ലക്ഷണമാണോ ഇത് എന്ന് നമുക്കറിയില്ല. എന്തായാലും വലിയ മാറ്റം ബീഹാറിൽ വരാനുള്ള സാധ്യതയുണ്ട്. പറഞ്ഞതുപോലെ പ്രതിപക്ഷവും ഇന്ത്യ മുന്നണിയും വലിയ ആശങ്കയിലാണ്. കാരണം ഈ വോട്ടർ പട്ടിക ശുദ്ധീകരിക്കുമ്പോൾ അത് ആരെയാണ് ദോഷകരമായി ബാധിക്കുന്നത് എന്ന് അവർക്ക് പോലും ഇപ്പോൾ തിരിച്ചറിയാൻ പറ്റുന്നില്ല.